ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മളിപ്പോൾ നോക്കുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ നോക്കി. ഇനി അതിൽ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 4-5 അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് പഠിച്ചു. 6 ബുക്കിലെ ബുക്സ് ഓഫ് കൺസൈനർ ബുക്കിലെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഒരു 5 എൻട്രി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ബാലൻസ് ആണിത്. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കുന്നത്? ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് റിട്ടേൺ ബൈ ദ കൺസൈനർക്ക് ഗുഡ്സ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അയാൾ കൺസൈനറുടെ ബുക്കിൽ വരുന്ന എൻട്രി എങ്ങനെയാണ്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു കൺസൈൻമെൻറ്റ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് കൺസൈനറെ ബുക്കിലെ എൻട്രി എന്ന് പറയുന്നത്. ദെൻ ബാഡ് ഡെപ്റ്റ് വരുന്ന സമയത്ത്, അതായത് നമുക്ക് പണം കൊടുത്തിട്ട് കിട്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ, ഗുഡ്സ് വിറ്റിട്ട്, അപ്പോൾ ബാഡ് ഡെപ്റ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് കൺസൈനറുടെ ബുക്കിലെ എൻട്രി എങ്ങനെയായിരിക്കും? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി. എന്നാണ് ബാഡ് ഡെപ്റ്റ്സ് ഇൻകേർഡ് ആവുന്ന സമയത്തുള്ള എൻട്രി. ദെൻ പിന്നെ എന്താണ്? റെമിറ്റൻസ് ബൈ ദ കൺസൈനി ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്, അതായത് മൊത്തം ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് കൺസൈനറുടെ ബുക്കിൽ വരുന്ന എൻട്രി എങ്ങനെയായിരിക്കും? കൺസൈനി ഫുൾ എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്തു. ആർക്ക്? കൺസൈനർക്ക്. അപ്പം എൻട്രി എങ്ങനെ വരിക? കൺസൈനറെ സംബന്ധിച്ച് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു കൺസൈനി. ആരാണ് കൊടുക്കുന്നത്? കൺസൈനിയാണ്. ഓക്കെ, കൺസൈനി. ഓക്കെ, ഇപ്പോൾ ഇത് മനസ്സിലായില്ലേ? അതായത് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് കൺസൈനറെ അക്കൗണ്ടിൽ എൻട്രി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു കൺസൈൻമെൻറ്റ്. ബാഡ് ഡെപ്റ്റ്സ് ഇൻകേർഡ് ആവുമ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു കൺസൈനി. ദെൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ക്യാഷ് ആകുമ്പം ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു കൺസൈൻമെൻറ്റ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മളിപ്പോൾ നോക്കിയത് കൺസൈനറുടെ ബുക്കിലാണ്. നമുക്ക് കൺസൈനീൻ്റെ ബുക്കിൽ വേറെ തന്നെ എൻട്രി പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ചിട്ട് പോവുക നിങ്ങൾ. അടുത്തത് എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയത്ത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടാവുന്ന സമയത്ത് കൺസൈൻമെൻറ്റിൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒന്നുകിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് എൻട്രി? ഇഫ് ദർ ഇസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രോഫിറ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ്. ഇപ്പോൾ ലോസ് ആണെങ്കിലോ നേരെ തിരിച്ചായിരിക്കുമല്ലോ. എങ്ങനെയാണ് വരിക? പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അറ്റ് ടു എന്താണ്? കൺസൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ലോസും ഉണ്ടാവുന്ന സമയത്ത് കൺസൈനറുടെ ബുക്കിൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് വരും. ലോസ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒന്ന് പഠിച്ച് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അറ്റ് ടു കൺസൈൻമെൻ്റ് ആണ്. ദെൻ അടുത്ത എൻട്രി ക്ലോസിങ് എന്താണ്? ക്ലോസിങ് എൻട്രി, അതായത് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കഴിഞ്ഞിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്? കൺസൈനറുടെ ബുക്കിൽ എൻട്രി വരുന്നത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എൻ്റെ കൺസൈൻമെൻറ്റ് ബേസിൽ ഗുഡ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു എന്താ വരിക? ഏതിലായിരിക്കും പോകേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ക്ലോസിങ് ആവുന്ന സമയത്ത്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ട്രേഡിംഗ് ആണ് ക്ലോസിങ് എൻട്രി ആയിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റ് ഒരു എൻട്രിയും കൂടി ഉണ്ട്, അൺസോൾഡ് ഗുഡ്സ്. അതായത് നമുക്ക് എല്ലാ ഗുഡ്സും വിറ്റില്ല, കുറച്ച് വിൽക്കാത്ത ഗുഡ്സ് കൂടി ഉണ്ട്. ആ സമയത്ത് അതെങ്ങനെയാണ് എൻട്രി വരേണ്ടത്? കൺസൈൻമെൻറ്റ് വിൽക്കാത്ത ഗുഡ്സിനെ എന്താണ് നമ്മൾ പറയുന്നത്? സ്റ്റോക്ക്. നമ്മളെ സ്റ്റോക്കാണത്. ഓക്കെ, അപ്പോൾ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്, അതിനെ സ്റ്റോക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ടു കൺസൈൻമെൻറ്റ്. അപ്പോൾ ഇത്രയും 11 എൻട്രീസ് ആണ് ആരെ ബുക്സിലുണ്ടാവുക? ബുക്സ് ഓഫ് കൺസൈനർ ബുക്സിലുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയത് എന്താണ്? ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത്, ദെൻ എക്സ്പെൻസ് ഉണ്ടാവുന്ന സമയത്ത് കൺസൈനർ ബുക്സിലെ എൻട്രി നോക്കി നമ്മൾ. ദെൻ മുൻകൂട്ടി അഡ്വാൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി നോക്കി.
ബിൽസ് റിസീവബിൾ ബൈ ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി നമ്മൾ നോക്കി. ദെൻ റെസീപ്റ്റ് ഓഫ് അക്കൗണ്ട് സെയിൽസ് ഫ്രം ദ കൺസൈനർക്ക് സെയിൽ നടത്തി അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തുള്ള എൻട്രി നമ്മൾ നോക്കി. ദെൻ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി, ബാഡ് ഡെബ്റ്റ്സ് ഇൻകേർഡ് ആവുന്ന സമയത്തുള്ള എൻട്രി, പ്രോഫിറ്റോ ലോസോ ഉണ്ടാവുന്ന സമയത്ത്, ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ക്യാഷ് ഉണ്ടാവുന്ന സമയത്തുള്ള എൻട്രി, ക്ലോസിങ് എൻട്രി. ദെൻ ലാസ്റ്റ് അൺസോൾഡ് ഗുഡ്സ് വിൽക്കാതിരിക്കുന്ന സമയത്ത് കൺസൈനർ അക്കൗണ്ടിൽ വരുന്ന എൻട്രി നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും ഈ 11 എൻട്രീസാണ് ആരെ ബുക്സിൽ ഉണ്ടാവുക? ഒരു കൺസൈനറെ ബുക്സിൽ. ഓക്കെ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇത് നിങ്ങൾ നന്നായിട്ട് അതിൻ്റെ തിയറി നോക്കിയിട്ട് പോവുക. അതായത് എൻട്രീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ നോക്കിയത് കൺസൈനറെ ബുക്സാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരെ ബുക്സാണ്? ബുക്സ് ഓഫ് കൺസൈനി. അപ്പം രണ്ടാളും അയാളുടെ രീതിയിലുള്ള ബുക്സ് കീപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി കൺസൈനീൻ്റെ ബുക്സിലെ എൻട്രിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എൻട്രി എന്താ? റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് ഫ്രം ആരും തന്നെ കൺസൈനർ എടുത്തുനിന്ന് നമ്മളൊരു ഗുഡ്സ് റെസീപ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എൻട്രി വരുന്നത്? ആ സമയത്ത് അതിൽ എൻട്രി ഉണ്ടാവില്ല, നോ എൻട്രിയാണ്. ഓക്കെ, അതായത് ഗുഡ്സ് നമ്മൾക്ക് ഒരു കൺസൈനിക്ക് ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് കൺസൈനീൻ്റെ ബുക്സിൽ അതിനെന്തുണ്ടാവില്ല? എൻട്രി ഉണ്ടാവില്ല, നോ എൻട്രി ഈസ് പാസ്ഡ് ബൈ ദ കൺസൈനി when he receives goods from consignor because receipt of goods on consignment does not amount to purchase of goods from. അതായത് ആ സമയത്ത് എൻട്രി ഉണ്ടാവാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ക്യാഷ് വാങ്ങുന്നില്ല, ഗുഡ്സാണ് പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ ക്യാഷ് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു എമൗണ്ടിൻ്റെ സെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന സമയത്ത് കൺസൈനിക്ക് എന്തുണ്ടാവില്ല? എൻട്രി ഉണ്ടാവില്ല. രണ്ടാമത്തത് എന്താ? എക്സ്പെൻസ് ഉണ്ടാവുന്ന സമയത്തുള്ള എൻട്രി എങ്ങനെയായിരിക്കും? എക്സ്പെൻസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല? എൻട്രി ഉണ്ടാവില്ല. കാരണം എക്സ്പെൻസ് ആരാ മീറ്റ് ചെയ്യുന്നത്? കൺസൈനിയാണോ? അല്ല, നമ്മളെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് കൺസൈനർ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ എൻട്രി ഉണ്ടാവില്ല. അപ്പോൾ സുഖമാണ് പഠിക്കാൻ. കൺസൈനീൻ്റെ അക്കൗണ്ട്സിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് എൻട്രി ഉണ്ടാവില്ല. ദെൻ മൂന്നാമത്തത് എന്താണ്? അഡ്വാൻസ് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ നേരത്തെ. കൺസൈനർക്ക് നേരത്തെ അഡ്വാൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എൻട്രി പാസ് ചെയ്യുക. നമുക്ക് കൺസൈനിക്ക് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൺസൈനർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്താണെന്ന് വെച്ചാൽ അത്. ഓക്കെ, കൺസൈനർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് ആണ് അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത്. ദെൻ ഫോർത്ത് വൺ നേരത്തെ പഠിച്ച അതേ സാധനങ്ങളൊക്കെ തന്നെ. ബില്ല് ഡിസ്കൗണ്ട് ആവുന്ന സമയത്ത് ആ സമയത്ത് എങ്ങനെയാണ് എൻട്രി ആവുക? നോ എൻട്രി. ബില്ല് ഡിസ്കൗണ്ട് ആവുമ്പോഴും നമുക്ക് കൺസൈനർക്ക് എൻട്രി ഉണ്ടാവില്ല, എക്സ്പെൻസ് ഉണ്ടാവുമ്പോഴും റിസീപ്റ്റ് ചെയ്യുന്ന സമയത്തും എൻട്രി ഉണ്ടാവില്ല. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ സെയിൽ ഓഫ് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത്, ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഗുഡ്സ് വിൽക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ക്യാഷ് അല്ലേ വരുന്നത്. ഇപ്പം ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു കൺസൈൻമെൻറ്റ് ഡെറ്റർ അക്കൗണ്ട് അറ്റഡ് ടു കൺസൈനർ. ഓക്കെ, അതായത് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് വരുന്നു, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ ഉണ്ടാവും അല്ലേ? നമ്മൾ ഗുഡ്സ് ഒരു ആൾക്ക് കൊടുക്കുമ്പോൾ അതൊരു ഡെപ്റ്റർ അല്ലേ? അപ്പോൾ കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ അക്കൗണ്ട് അറ്റഡ് ടു, കാരണം കൺസൈനി ആണല്ലോ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, അപ്പോൾ അവിടെ ഒരു ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പും കൂടി ഇൻവോൾവ് ആയിട്ട് വരും. അപ്പോൾ കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ അക്കൗണ്ട് അറ്റഡ് ടു കൺസൈനി, അതാണ് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി. ദെൻ സിക്സ്ത് വൺ എന്താണ്? സിക്സ്ത് വൺ ഇത് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ ആരാണ്? കൺസൈനർക്കാണ്. കൺസൈനർ അക്കൗണ്ടിൽ എക്സ്പെൻസ്. ഇനി എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ വീണ്ടും എക്സ്പെൻസ് ആണ്
കൺസൈനിക്ക് വരുന്ന എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരിക? ഇൻകേർഡ് ബൈ ദ കൺസൈനി ആണെങ്കിൽ എക്സ്പെൻസ് ആകുമ്പോൾ ക്യാഷ് പോകും. ആർക്കാ പോകേണ്ടത്? ഫസ്റ്റ് കൺസൈനർക്കാണ്. ഓക്കെ, കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഓക്കെ, എക്സ്പെൻസ് കൺസൈനിക്ക് എക്സ്പെൻസ് ഇൻകേർഡ് ഉണ്ടാവുന്ന സമയത്ത് കൺസൈനർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുക ടു എന്താണ്? ക്യാഷാണ് വരുന്നത്. ദെൻ 7th വൺ കമ്മീഷൻ ഡ്യൂ. കമ്മീഷൻ നമ്മൾക്ക് ഡ്യൂ ആക്കുകയാണ്, കൊടുക്കുന്നില്ല. ആര്? കൺസൈനി ഡ്യൂ കൊടുക്കുന്നില്ല എന്നല്ല, ഡ്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രി ഉണ്ടാവുക? കമ്മീഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്? കൺസൈനർക്കല്ലേ. അപ്പോൾ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് വരുന്നത്? കമ്മീഷൻ അക്കൗണ്ട്. കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. ദെൻ റിട്ടേൺ ഓഫ് ഗുഡ്സ്. കൺസൈനർക്ക് റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് തന്ന ഗുഡ്സ് തിരിച്ച് കൺസൈനർക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എൻട്രി ഉണ്ടാവുക? നോ എൻട്രി. കാരണം നമ്മൾ ഗുഡ്സ് റെസിപ്റ്റ് ചെയ്ത സമയത്ത് എൻട്രി ഇല്ല, അതേപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി ഉണ്ടാവില്ല. കൺസൈനർക്ക് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എൻട്രി ഉണ്ടാവില്ല. ദെൻ പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ദ ഡെപ്റ്റർ. നമുക്ക് ഡെപ്റ്റർ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഡെപ്റ്റർ എടുത്തുനിന്ന് നമുക്ക് ക്യാഷ് കിട്ടി. ഡെപ്റ്റർ എടുത്തുനിന്ന് പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ദ ഡെപ്റ്റർ ആണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് വരിക? ക്യാഷ് വരികയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ. ഓക്കെ, അപ്പോൾ ഡെപ്റ്റർ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് വരുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ആരെടുത്തുനിന്നാണ് കിട്ടുന്നത്? കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ എടുത്തുനിന്നാണ് കിട്ടുന്നത്. ദെൻ അതിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് എൻട്രി വരുന്നത്? കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ. ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുമ്പോൾ ഡെപ്റ്ററും ക്രെഡിറ്ററും ഉണ്ടാവും. അപ്പം ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ. അതാണ് അടുത്ത എൻട്രി. ദെൻ അടുത്ത എൻട്രി എന്താ? അടുത്തത് ബിൽസ് പേയബിൾ എന്താ? ആക്സെപ്റ്റഡ്. ബിൽസ് പേ ചെയ്ത ബില്ല് ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരിക? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, നമ്മൾ പേ ചെയ്ത ബില്ല് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മീൻസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പിന്നെ ലാസ്റ്റ് ഒരു എൻട്രി ഫൈനൽ സെറ്റിൽമെൻറ്റ്. മൊത്തം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്? ഫൈനൽ സെറ്റിൽമെൻറ്റിൽ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. ക്യാഷ് ഫുൾ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക്. ബിൽസ് റിസീവബിൾ ഉണ്ടെങ്കിൽ അതും. ഓക്കെ, അപ്പോൾ ഇത്രയും 12 എൻട്രികളാണ് നമുക്ക് കൺസൈനീൻ്റെ ബുക്കിലുണ്ടാവുക. അതിൽ 3 എണ്ണത്തിൽ നമുക്ക് എൻട്രീസ് പാസ് ചെയ്തിട്ടുണ്ടാവില്ല, ബാക്കിയൊക്കെ നമ്മൾ നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇത്രയും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ബുക്സ് ഓഫ് കൺസൈനറും കൺസൈനിക്കും ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇപ്പോൾ 2 കൺസൈൻമെൻറ്റ് എന്താണെന്ന് നമ്മൾ നോക്കി, കൺസൈനീൻ്റെ ബുക്സും കൺസൈനറെ ബുക്സും നമ്മൾ നോക്കി. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവോ കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്, അത് പഠിക്കുക. അത് പഠിച്ചാലാണ് നമുക്ക് അതിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതിയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബുക്സാണ് ഇപ്പോൾ പഠിച്ചത്, കൺസൈനറെ ബുക്സും കൺസൈനീൻ്റെ ബുക്സും. കൺസൈനറെ ബുക്സിലെ ഒരു 11 എൻട്രി നമ്മൾ നോക്കി. നമ്മൾ നോക്കിയത് കൺസൈനീൻ്റെ ബുക്സിലെ എൻട്രീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എൻട്രി നോക്കി പഠിച്ചിട്ട് പോവുക. എക്സാമിന് ചോദിക്കുന്നതാണ് കൺസൈനറേയും കൺസൈനിൻ്റെ ഇപ്പോൾ തിയറി ആയിട്ട് ചോദിക്കുക. കൺസൈനീൻ്റെ ബുക്സിൽ നമുക്കൊരു ഡെപ്റ്റർ ഇൻവോൾവ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ
കൺസൈനി എപ്പോഴും അവിടെ ഒരു സെല്ലർ ബയർ റിലേഷൻഷിപ്പ് വരുന്നതുകൊണ്ട് നമുക്ക് ഡെപ്റ്റർ എറൈസ് ചെയ്യും. അപ്പോൾ ബാഡ് ഡെപ്റ്റ് വരുന്ന സമയത്ത് ഡെപ്റ്റർ ഒക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. എല്ലാവർക്കും മനസ്സിലായിരിക്കുക. കൺസൈൻമെൻറ്റിൽ 2 പാർട്ടീസ് ആണുള്ളത്. കൺസൈനറും കൺസൈനിയും അവർ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതിൽ നമ്മളെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നോക്കിയത്. ഒരു 11 എൻട്രി നമ്മൾ ബുക്സ് ഓഫ് കൺസൈനറിലും നോക്കി. ഇപ്പോൾ നമ്മൾ നോക്കിയത് ബുക്സ് ഓഫ് കൺസൈനിലെ എൻട്രീസ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം.